സംസ്ഥാനത്തെ മറ്റു 13 ജില്ലകളിലെയും ജോയിന്റ് ആർടി ഓഫീസുകളിലും ഇല്ലാത്ത വ്യത്യസ്ത നിലപാടാണ് മലപ്പുറത്തെ ജോയിന്റ് ആർടി ഓഫീസുകളിൽ സ്വീകരിക്കുന്നത്. മറ്റിടങ്ങളിൽ ഓൺലൈൻ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ സ്വമേധയാ തുടർ നടപടികൾ എടുക്കുമ്പോൾ മലപ്പുറത്ത് മാത്രം ഓൺലൈനായി നൽകിയ അപേക്ഷകൾ നേരിട്ടെത്തിച്ചാൽ മാത്രമേ തുടർ നടപടി സ്വീകരിക്കൂ എന്നാണ് ജോയിന്റ് ആർടിഒമാരുടെ നിലപാട്. അപേക്ഷാ സമർപ്പണവും തുടർ നടപടികളും സുതാര്യമാക്കുന്നതിന് നടപ്പാക്കിയ ഓൺലൈൻ സംവിധാനം മലപ്പുറത്ത് അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് ആക്ഷേപം. ഇത് അപേക്ഷകർക്കും ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കും ഒരുപോലെ ദുരിതമാകുന്നതായി ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രവർത്തക സംഗമം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. തിരൂർ SI നസീർ തിരൂർക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീജ എടപ്പാൾ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അസോസിയേഷൻ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. പുതിയ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും നൽകി. SI നസീർ തിരൂർക്കാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘടനയുടെ വനിതാ വിംഗ് രൂപീകരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി, സെക്രട്ടറി രാജൻ മാണിക്കോത്ത്, ട്രഷറർ ദിനേശൻ മൂലക്കണ്ടം, സംസ്ഥാന അച്ചടക്ക സമിതി ചെയർമാൻ മജീദ് മൈബ്രദർ, ജില്ലാ സെക്രട്ടറി ജമാൽ ചേന്നര, ട്രഷറർ ജംഷീദ വെട്ടം, മറ്റു നേതാക്കളായ KS ജയൻ, ഷിബു തിരൂർക്കാട്, ഇബ്രാഹിം തിരൂർ, സലീം പൊന്നാനി, വിനോദ് എന്നിവർ സംസാരിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൂഫാന്റെ നമ്പറിൽ അറിയിക്കണമെന്നാണ് പറയാനുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, അതിൽ നമ്മൾ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ പേരോ അഡ്രസ്സോ, സാധാരണ പല ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും, പേരെന്താണ്, അഡ്രസ്സ് എന്താണ്, അച്ഛൻ്റെ പേരെന്താണ്, അങ്ങനെ ചോദ്യമില്ല, വിഷയങ്ങളാണ് ചോദിക്കുക. അത് പരമാവധി നമ്മളെല്ലാവരും അത് ഉപയോഗിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുവ തലമുറയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ലഹരി. ഏകദേശം നമ്മൾ കേസ് എടുത്ത് കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2% 60-70% 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ലഹരിക്ക്, രാസലഹരിയാണെങ്കിലും കഞ്ചാവാണെങ്കിലും ഇതൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി ആ മക്കളൊക്കെയാണ് ശരിക്ക് വിദ്യാസമ്പന്നരായിട്ട് നമ്മുടെ നാടിനെ നയിക്കേണ്ടതും രാജ്യത്തെ നയിക്കേണ്ടതും വിവിധ തസ്തികകളും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഉദ്യോഗ തലത്തിലൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ നാടിനെ നയിക്കേണ്ട യുവ ചെറുപ്പക്കാരാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെല്ലാ കഴിവും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസ്സിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.